നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 മെയ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു മെയ് മാസം ഇവിടെ അവസാനിക്കാറായി. ഇനി റേഷൻ ലഭിക്കുക 2 ദിവസം കൂടി മാത്രമാണ്. അതായത് മെയ് മാസത്തെ റേഷൻ ഇനി ആരെങ്കിലും വാങ്ങിക്കുവാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു 2 ദിവസത്തിനകം നിങ്ങളുടെ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പിന്നീട് അടുത്ത ജൂൺ മാസത്തെ റേഷൻ വിതരണമായിരിക്കും ആരംഭിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസത്തെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മെയ് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്ന് കൂടി അറിഞ്ഞിരിക്കണം. AY കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും, 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും, 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. PHS കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് ലഭിക്കുക. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. NPS കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയാണ് ഈ ഒരു മാസം ലഭിക്കുക. പിങ്ക്, നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ റേഷൻ കടകളിൽ പോകുന്ന ആളുകൾ ഈ ഒരു മണ്ണെണ്ണ വാങ്ങിക്കുവാനുള്ള ക്യാന് കൂടി കയ്യിൽ കരുതുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത അറിയിപ്പ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, എറണാകുളം ജില്ലകൾക്ക് പുറമെ കോട്ടയം, ഇടുക്കി, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർമാർ. അങ്കണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കലാ കായിക മതപാഠശാലകൾക്കും അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല. അടുത്ത അറിയിപ്പ്. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ടുകളിൽ ഈ ഒരു തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക. ഇതോടെ ഈ ഒരു 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ മെയ് മാസത്തെ പെൻഷനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. 3200 രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഈ ഒരു മെയ് മാസത്തിൽ ലഭിക്കുക. കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 1300, 1300 എന്നിങ്ങനെ 2 തവണകളായി ലഭിക്കും. ബാക്കിയുള്ള 300 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുക. അതായത് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു 2 വിഹിതത്തിന്റെ 600 രൂപ അക്കൗണ്ടുകളിൽ ലഭ്യമാവുക. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്ന ആളുകൾക്ക് 1600 രൂപ വീതം 2 തവണകളായി നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.